VP സജീന്ദ്രൻ MLA സംസാരിക്കാൻ എണീറ്റാൽ പിന്നെ നിയമസഭയിൽ കൂട്ടച്ചിരിക്ക് അരങ്ങൊരുങ്ങും. അത്രമാത്രം സരസമായിട്ടാണ് VP സജീന്ദ്രൻ സഭയിൽ തന്റെ പ്രസംഗം അവതരിപ്പിക്കുന്നത്. 16ാം നിയമസഭാ സമ്മേളനം തുടങ്ങിയ വേളയിൽ അന്ന് VP സജീന്ദ്രൻ സംസാരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് മന്ത്രിപദവിയിലിരുന്ന് തോൽവി ഇരന്നു വാങ്ങിയ തല മൂത്ത സഖാക്കന്മാർക്കിട്ട് ഒന്നൊന്നായി കൊടുക്കുന്നുണ്ടായിരുന്നു VP സജീന്ദ്രൻ. തലകുത്തി മറിഞ്ഞാണ് അന്ന് പ്രസംഗം സഭ കേട്ടത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച സഭ സമ്മേളിച്ചപ്പോഴാണ് VP സജീന്ദ്രന് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഇക്കുറിയും സജീന്ദ്രൻ പതിവ് തെറ്റിച്ചില്ല. കനത്ത ആക്രമണമാണ് LDFന് നേരെ അദ്ദേഹം അഴിച്ചുവിട്ടത്. കുട്ടനാടൻ മണ്ണിൽ നടന്ന പ്രതികാര കഥ പറഞ്ഞ മലയാള സിനിമയായ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമാ കഥ സഭയിൽ അവതരിപ്പിച്ചാണ് സജീന്ദ്രൻ കയ്യടി നേടിയത്. സിനിമയുടെ ക്ലൈമാക്സിൽ ചിറപൊട്ടി വെള്ളക്കെട്ടിൽ അകപ്പെട്ട് ഒലിച്ചുപോയ നടേശൻ മുതലാളിയും മകനും കേരള രാഷ്ട്രീയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ റിയാസുമാണെന്ന് പറയുന്നുണ്ട് VP സജീന്ദ്രൻ. PR വർക്കിന്റെ സഹായത്തോടെ കെട്ടിപ്പൊക്കിയ PR വർക്കുകളാണ്. തെരഞ്ഞെടുപ്പ് എന്ന ചിറയിൽ വീണ് ഒലിച്ചുപോയവരാണ് പിണറായി വിജയനും റിയാസും എന്നാണ് സജീന്ദ്രൻ സ്ഥാപിക്കുന്നത്. ഇതിനു പുറമെ വടക്കൻ വീരഗാഥയിലെ സുപ്രസിദ്ധ സിനിമാ ഡയലോഗ് കൂടി VP സജീന്ദ്രൻ സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവികൾ എല്ലാം കഴിഞ്ഞിട്ടും തോൽവികൾ ഏറ്റുവാങ്ങാൻ പിണറായി വിജയന്റെ ജീവിതം ഇനിയും ബാക്കി എന്നാണ് സജീന്ദ്രൻ തമാശ രൂപേണ പറഞ്ഞത്. പിന്നീട് നികേഷ് കുമാറിനെ കിണർ ഗോലു എന്ന് പരിഹസിച്ചാണ് സജീന്ദ്രൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഇവിടെ ഈ ധവളപത്രത്തെക്കുറിച്ച് വലിയ ചർച്ചകളായിരുന്നു ആ സമയത്ത്. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ വലിയ ഗൗരവമായി ചർച്ച ചെയ്തു. ഇടതുപക്ഷത്തു നിന്ന് ഡോക്ടർ തോമസ് ഐസക് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം അതേക്കുറിച്ച് വളരെ കാര്യമായ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്തെന്നുള്ള കണക്കായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാനും അത് വായിച്ചു നോക്കി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചു, പത്രക്കാർ അങ്ങ് കേരളത്തിലിറക്കിയ ധവളപത്രത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേശാഭിമാനി പത്രം ഒഴിച്ചൊരു പത്രവും വായിക്കാറില്ല, ജനയുഗം പോലും വായിക്കാറില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട PRDയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ദയവായി അങ്ങ് പാർട്ടി സെക്രട്ടറിക്ക് ഒന്ന് വായിക്കാൻ ദേശാഭിമാനിയിൽ ഒരു പരസ്യം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ, ഇവിടെ 102 സീറ്റുകളുമായിട്ടാണ് UDF ജയിച്ചു വന്നത്. സാർ, ഈ 102 സീറ്റുകൾ കനകോലുമായി ബന്ധപ്പെട്ട് കനകോലുവാണ് ഈ 102 സീറ്റ് ജയിപ്പിച്ചതെന്ന് ചില ആളുകൾ ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട്. സാർ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതേപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ സമയത്തെല്ലാം ഇവിടെ UDFന് നേതൃത്വം കൊടുത്ത 1-ാം നമ്പർ സീറ്റ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ഇവിടെ UDFൻ്റെ നേതാക്കന്മാർ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടി സാറടക്കം, PJ ജോസഫ് സാറടക്കം, അങ്ങനെ ഒട്ടനവധി നേതാക്കളുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ എല്ലാം വിജയിച്ചപ്പോൾ ഒരു കനകോലുവിനെക്കുറിച്ചും ആരും പറഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ് ചില വാർത്തകൾ നമ്മുടെ ചാനലുകാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത്, കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഞങ്ങൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ ആളുകളുടെ പേര്, ആ പേര് വെച്ച് അങ്ങ് പ്രചരണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവരിപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അംശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം, എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്ക് UDFനും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, കിണർ ഗോലുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. സാർ, ഈ PR മാനേജറായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുത ഉണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീ വെച്ച് നശിപ്പിച്ചതിൻ്റെ പേരിൽ ശത്രുത ഉണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങൻ്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സാർ, ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു. സാർ, സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഭൂഷാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. സാർ, TN നേരിട്ട് പ്രതികാരം ചെയ്യുവാൻ പലവട്ടം ആലോചിക്കാൻ പറഞ്ഞല്ലോ. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PRൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുക്കും. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട, മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു, കിടക്കുപുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതൻ സെക്രട്ടറിയിലെ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല, അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. 50 വർഷം
വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. സാർ ശരിയാണ് സാർ, കത്രിക അപ്പോൾ തന്നെ ഡോക്ടർ എടുത്ത് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. സാർ, കണ്ണെഴുതി പൊട്ടും തൊട്ടു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സാർ, അതിൽ തിലകൻ എട്ടുവീട്ടിൽ നടേശൻ മുതലാളിയായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ബിജു മേനോൻ നടേശൻ മുതലാളിയുടെ മകൻ ഉത്തമനായിട്ട് അഭിനയിക്കുന്നു. മഞ്ജു വാര്യർ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രമാണ്. സിദ്ദിഖ് എന്ന് പറയുന്നയാൾ ഈ ഭദ്രയുടെ അച്ഛനായും അതേപോലെ തന്നെ ഗൗരി ഭദ്രയുടെ അമ്മയായുമാണ് അഭിനയിക്കുന്നത്. ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. സാർ, ആ സിനിമയ്ക്കകത്ത് ഈ എട്ടുവീട്ടിൽ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് മരണം സംഭവിച്ച, അതായത് കൊലപ്പെടുത്തിയ ഈ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് അതിൻ്റെ പശ്ചാത്തലമെല്ലാം സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ നടേശൻ മുതലാളിയേക്കാളും അതിക്രൂരനാണ് മകനായ ഈ ഉത്തമൻ എന്ന് പറയുന്ന ബിജു മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അവർ ഉള്ള സമയത്ത് ഈ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് ഈ പറയുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന ചന്ദ്രപ്പന് ആ കുട്ടനാടൻ പാടശേഖരത്ത് വെച്ച് ജീവനോടുകൂടി ചേറിൽ പൊതിഞ്ഞ് മരണപ്പെടുന്ന ഒരു കഥയാണ്. ആ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ ഇതെല്ലാം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഗൗരി എന്ന് പറയുന്ന ഭദ്രയുടെ അമ്മ ഈ നടേശൻ മുതലാളിയുടെ ക്രൂരത സഹിക്കവയ്യാതെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭദ്ര തിരിച്ചു വരികയാണ്. ഭദ്ര തിരിച്ചു വന്ന് ഈ നടേശൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരിയായി കയറിപ്പറ്റുകയാണ്. ജോലിക്കാരിയായി കയറിപ്പറ്റിയതിന് ശേഷം എന്ത് ചെയ്തു? ഈ നടേശൻ മുതലാളിയെ ഒരു വശത്തൂടെ അദ്ദേഹം ഇങ്ങനെ വശീകരിച്ചു, മറുവശത്ത് മകനെയും വശീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ടുപേരെയും വശീകരിച്ച് ഒരു സ്ഥിതിയായപ്പോൾ ഈ രണ്ടുപേരോടും പറഞ്ഞു, പാടത്ത് കൊയ്ത്ത് തീരുന്ന അന്നത്തെ രാത്രി ഈ പാടത്ത് ഈ കളത്തറ വയലുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാനെ പോലുള്ള ആളുകൾക്കറിയാം. ഈ കളത്തറയിൽ രാത്രി 11 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മഞ്ജു വാര്യർ അവിടെ കാത്തിരുന്നു. ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ കാത്തിരുന്നു. തെക്ക് ഭാഗത്തുനിന്ന് തന്തയായ ഈ നടേശൻ മുതലാളിയും വടക്ക് ഭാഗത്തുനിന്ന് ആര് വരുന്നു? മകനായ ബിജു മേനോനും. രണ്ടുപേരും ഈ കളത്തറയിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. അവിടെ വലിയ സംഘർഷം നടക്കുന്നു. അച്ഛനും മകനും വീട്ടിലും ശത്രുതയിലായിരുന്നെങ്കിലും മഞ്ജു വാര്യരെ സ്വന്തമാക്കാൻ വേണ്ടി വലിയ യുദ്ധം അവിടെ നടക്കും. നല്ല അടിപിടിയായി അവസാനം എന്ത് ചെയ്യുന്നു? ചെളിയിലേക്ക് മറിയുന്നു. ചെളിയിൽ മറിഞ്ഞ് ഊണ്ട് കിടന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം അവിടുത്തെ ഒരു വലിയ മടയുണ്ട്, വെള്ളം കിട്ടുന്നതിന് മട അതിസാഹസികമായി കുത്തിപ്പൊട്ടിച്ച് ഈ വെള്ളം ഒഴുക്കി വിടുകയാണ്. ആ വെള്ളം മലവെള്ളപ്പാച്ചിൽ പോലെ ഈ വെള്ളം ഒഴുകി ഈ അപ്പൻ്റെയും മകൻ്റെയും പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് സഹിതം വെള്ളത്തിൽ വീണ് ഷോക്കടിക്കുകയും ആ വെള്ളപ്പാച്ചിലിൽ ഇവർ രണ്ടുപേരും ഒലിച്ചു പോവുകയാണ് ചെയ്തത്. സാർ, ഈ സിനിമയെക്കുറിച്ച് പറയാൻ കാര്യം, ഈ PR മാനേജറുടെ ഈ സിനിമയിൽ അപ്പനും മകനുമാണ് ഒലിച്ചു പോയതെങ്കിൽ ഈ PR മാനേജറുടെ PR വർക്കിൽ അപ്പനും മരുമോനുമാണ് ഒലിച്ചു പോയത് എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുകൂടാതെ ഇപ്പോൾ ഈ PR മാനേജർ പുതിയൊരു ഡയലോഗുമായി ഇറങ്ങിയിട്ടുണ്ട്. അത് MDയുടെ വടക്കം വീരഗാഥയിലെ ഒരു ഡയലോഗാണ്. അടുത്ത പ്രസംഗത്തിൽ ചിലപ്പോൾ കേൾക്കാം. ഞാനിപ്പോൾ ഇത് എഴുതി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കും. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും, പല വട്ടം. ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം എന്നെ തോൽപ്പിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് എന്നെ തോൽപ്പിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്നെ തോൽപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 102 സീറ്റിലും തോൽപ്പിച്ചു, ചങ്ങാതിമാരായ G സുധാകരനും കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദൻ മാഷും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്നുള്ള ഡയലോഗാണ് സാർ ഇനി ഇവിടെ പറയാനുള്ളത്. സാർ, എന്തെങ്കിലും കാര്യം ഗൗരവത്തോടുകൂടി പറഞ്ഞു. സാർ, എന്തെങ്കിലും കാര്യം നാളത്തെ ഡിമാൻഡ് ആണെങ്കിലും ഞാൻ അഡ്വാൻസ്, നമ്മുടെ മുഖ്യമന്ത്രി എല്ലാം അഡ്വാൻസ് ആയി പോകുന്ന ആളാണ്. അപ്പോൾ നാളത്തെ ഡിമാൻഡിൽ ഒരു കാര്യം പറയണം, നാളെ എനിക്ക് പ്രശ്നമില്ല. സാർ, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പ്രധാനമായിട്ടുള്ളത് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതി കോവിഡിൽ നിർത്തി പിന്നെ മുക്കി. അതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത. എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ പദ്ധതിയും സംസ്ഥാന കലോത്സവങ്ങളിൽ A ഗ്രേഡുകാർക്കുള്ള മൃഗോത്സവ പദ്ധതിയുമാണ് സർക്കാർ മറന്നത്. കോവിഡിൻ്റെ കാലത്ത് നിർത്തിയതാണ് സാർ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തല്ല, കോവിഡിന്റെ കാലത്ത്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കോവിഡ് കാലത്ത് നിർത്തിയതാണ്. സ്വർണ്ണ മെഡൽ പദ്ധതി 6 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. 2019 അവസാനമായി മെഡലുകൾ വിതരണം ചെയ്തത്. സാർ, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ നൽകുന്ന സർഗോത്സവ പദ്ധതിയുടെ സ്ഥിതിയും സമാനമാണ് സാർ.